നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു കട്ട തൈരിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീട്ടിൽ തന്നെ ഇതെങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. 1/2 ലിറ്റർ പാലാണ് ഇതിനു വേണ്ടി എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പാല് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഒരു മീഡിയം തീയിൽ ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. പാല് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിളച്ച് വന്ന് കഴിയുമ്പോൾ തീ ഒരു ലോ ഫ്ലെയിമിൽ സെറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം വീണ്ടും ഒരു 5 മിനിറ്റും കൂടി നമുക്കിതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആ സമയത്തും ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോളൂ. അങ്ങനെ ഏകദേശം ഒരു 5 മിനിറ്റ് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് പാലൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം പാല് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കാം. ഇതിനെ ചെറുതായിട്ടൊന്ന് തണുപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരുവെന്ന് വെച്ചാൽ നമ്മൾ വിരലിട്ട് നോക്കുമ്പോൾ ചെറിയൊരു ചൂട് വേണം കേട്ടോ ഈ പാലിന്. ഈ സമയത്ത് ഒരു 1/4 കപ്പ് തൈര് മിക്സിയിലൊന്ന് ചെറുതായിട്ട് അടിച്ച് അതിൻ്റെ കട്ടകളൊക്കെ മാറ്റിയതിന് ശേഷം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത ശേഷം ഇതിനെ പാത്രത്തിലേക്ക് ചായ ചൂടാറ്റുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റി ഏകദേശം ഒരു 30 സെക്കൻഡെങ്കിലും, ചുരുങ്ങിയത് 30 സെക്കൻഡെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റണം. കാരണം ഈ തൈര് എല്ലാ സ്ഥലത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചുരുങ്ങിയത് ഒരു 30 സെക്കൻഡെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ തൈര് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 ചെറിയ പാത്രത്തിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്കാണ് ഒഴിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ എല്ലാതും ഇങ്ങനെ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ചുരുങ്ങിയത് ഒരു 10-12 മണിക്കൂർ ചെറുതായിട്ട് ചൂട് കിട്ടുന്ന സ്ഥലത്ത് വെക്കാം. അടുപ്പിൻ്റെ സൈഡായാലും മതി കേട്ടോ. ഏകദേശം 12 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നല്ല സെറ്റായിട്ടുള്ള തൈര് നമുക്ക് റെഡിയായി കിട്ടി. കണ്ടോ, ഇതിൽ വെള്ളമൊന്നും ഇങ്ങനെ പൊന്തി നിൽക്കുന്നില്ല. ഫുൾ കട്ടയായിട്ട് തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ കട്ടത്തൈരൊക്കെ ഇഷ്ടമുള്ളവർ ഈ രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വരുന്നതുവരേക്കും ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.